ഒരു ചെറിയ ഗ്രാമം. പേര് പറയേണ്ടതില്ല, കാരണം ഗ്രാമമല്ല കഥയിലെ ഏറ്റവും വലിയ രഹസ്യം. രഹസ്യം അവിടെ ജനിച്ച ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ പേര് അരുൺ. അരുൺ മറ്റു കുട്ടികളെപ്പോലെ കരയുന്നില്ലായിരുന്നു. അമ്മ വിളിച്ചാൽ നോക്കും, അച്ഛൻ ചിരിച്ചാൽ ചിരിക്കും, പക്ഷേ കണ്ണുകളിൽ ഒരു അസ്വാഭാവികമായ ഗൗരവമുണ്ടായിരുന്നു. അരുൺ 2.5 വയസ്സുള്ളപ്പോൾ ആദ്യമായി ഒരു വാക്ക് പറഞ്ഞു: "എന്നെ അവിടെ കൊണ്ടുപോകരുത്." അമ്മ ചിരിച്ചു. "എവിടേക്ക്?" കുഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അടുത്തുള്ള കാടിനെ ആയിരുന്നു അവൻ്റെ കാഴ്ച. "അവിടെ ഞാൻ മരിച്ചു." വീട്ടിൽ നിശബ്ദത. അമ്മയും അച്ഛനും അതൊരു കുട്ടിയുടെ ഭ്രമമെന്ന് കരുതി. പക്ഷെ അരുൺ തുടർന്നു പറഞ്ഞു: "എന്നെ കെട്ടി, പിന്നെ തള്ളി." ഇത് കേട്ടപ്പോൾ അച്ഛനൊരു വിറയൽ. കാരണം ആ കാട് 20 വർഷം മുമ്പ് ഒരു കൊലപാതകം നടന്ന സ്ഥലമാണ്. പക്ഷെ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഫയൽ ഇന്നും പോലീസ് സ്റ്റേഷനിൽ പൊടി പിടിച്ചു കിടക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അരുൺ സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ വാക്കുകൾ സാധാരണ കുട്ടിയുടേതല്ലായിരുന്നു. ഒരു ദിവസം അമ്മ ചോദിച്ചു, "നിനക്കെന്താണ് ഏറ്റവും പേടി?" അരുൺ പറഞ്ഞു, "വെളുത്ത ഷർട്ട് ധരിച്ച ആൾ." അമ്മയുടെ കൈ വിറച്ചു. കാരണം കൊല്ലപ്പെട്ട മനുഷ്യൻ മരിച്ച ദിവസം വെളുത്ത ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. അരുൺ ഒരിക്കലും ആ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഗ്രാമത്തിൽ പോലും ആരും കുട്ടിയുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല. പിന്നീട് അരുൺ ഒരു പേര് പറഞ്ഞു: രഘു. അച്ഛൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. രഘു. കേസിൽ സംശയിക്കപ്പെട്ട ഒരേയൊരാളായിരുന്നു. പക്ഷെ തെളിവില്ലാത്തതിനാൽ അവൻ രക്ഷപ്പെട്ടവൻ. അന്നാണ് അച്ഛന് മനസ്സിലായത്, ഇതൊരു കളിയല്ല, ഇത് ഒരു ഓർമ്മയാണ്. പക്ഷെ ആരുടേത്? ഒരു രാത്രി അരുൺ ഉറക്കത്തിൽ പറഞ്ഞു, "എൻ്റെ പണമെടുത്തു, എന്നെ കെട്ടി, കത്തി വേദനിച്ചു." അമ്മ കരഞ്ഞു. അച്ഛൻ തീരുമാനിച്ചു, ഈ കുഞ്ഞു പറയുന്നത് അവഗണിക്കാനാവില്ല. അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പഴയ കേസ് ഫയൽ തുറന്നു. അവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അരുണത് കണ്ടു. ഒരു നിമിഷം നോക്കി, പിന്നെ പറഞ്ഞു, "ഇതാണ് ഞാൻ." അന്ന് രാത്രി അരുൺ ആദ്യമായി ഉറങ്ങാൻ തയ്യാറായില്ല. അവൻ അമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു, "അവർ വീണ്ടും വരും." "ആർ?" അമ്മയുടെ ശബ്ദം വിറച്ചു. "അന്ന് വന്നവൻ രഘു." അച്ഛൻ ഉറങ്ങാതിരുന്നു. അവൻ്റെ മനസ്സിൽ പഴയ കേസ് ഫയൽ. 20 വർഷം മുമ്പ് കൊല്ലപ്പെട്ട രമേശൻ. കേസിൽ സംശയിക്കപ്പെട്ട ഒരേയൊരു പേര് രഘു. പക്ഷേ രമേശന്റെ ശരീരം കാടിനുള്ളിൽ നിന്നാണ് കിട്ടിയത്. അരുൺ പറഞ്ഞത് കെട്ടി, തള്ളി, കത്തി. ഇത് ഫയലിലില്ല. അടുത്ത ദിവസം അച്ഛൻ അരുണിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി. കാടിൻ്റെ അരികിലെത്തിയത് മാത്രം അരുൺ കരയാൻ തുടങ്ങി. "ഇവിടെ നിർത്തൂ," അവൻ പറഞ്ഞു. അച്ഛൻ നിന്നു. "അവിടെ പോകരുത്." അരുൺ ഒരു മരത്തെ കാണിച്ചു. "അവിടെ ഞാൻ വീണു." അച്ഛൻ്റെ ശരീരം തണുത്തു. കാരണം ആ മരത്തിനടുത്താണ് പോലീസ് ശരീരം കണ്ടെത്തിയത്. പക്ഷെ അരുൺ തുടർന്നു, "അവർ ശരീരം ഇവിടെ വെച്ചില്ല, വലിച്ചു കൊണ്ടുവന്നു." ഇത് പോലീസിനും അറിയാത്ത വിവരം. അച്ഛൻ അന്ന് തന്നെ റിട്ടയർ ചെയ്ത ഒരു പോലീസുകാരനെ കണ്ടു. അയാൾ പറഞ്ഞത്, "ശരീരം മറ്റൊരു സ്ഥലത്ത് കൊല്ലപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു, പക്ഷേ തെളിവില്ലായിരുന്നു." അന്ന് രാത്രി അരുൺ പറഞ്ഞു, "അവർ പണമെടുത്തു, പിന്നെ ഞാൻ നിലവിളിച്ചു." "ആർ?" അമ്മ ചോദിച്ചു. "രഘുവും അവൻ്റെ സുഹൃത്തും." ഒരു സുഹൃത്ത്. ഫയലിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ അച്ഛൻ ഉറപ്പായി, ഈ കുഞ്ഞ് പറയുന്നത് ഓർമ്മയാണ്, മുമ്പത്തെ ജന്മത്തിൻ്റെ ഓർമ്മ. അച്ഛൻ രഘുവിനെ തേടിപ്പോയി. ഗ്രാമത്തിൻ്റെ മറുവശത്ത് ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് രഘു താമസിക്കുന്നത്. അവനെ കണ്ടപ്പോൾ അച്ഛൻ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. രഘുവിൻ്റെ കണ്ണുകളിൽ സ്ഥിരമായ ഭയം. "നിന്റെ പേര് രഘു തന്നെയല്ലേ?" അച്ഛൻ ചോദിച്ചു. രഘു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, "എന്തിന്?" 20 വർഷം മുമ്പ് നടന്ന രമേശന്റെ കേസ്. രഘുവിൻ്റെ മുഖം വെളുത്തു. അന്നേ രാത്രി അരുൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. വിയർപ്പിൽ മുഴുകി. "അവൻ ഓടും," അവൻ പറഞ്ഞു. "പക്ഷേ രക്ഷപ്പെടില്ല." "എന്തുകൊണ്ട്?" അമ്മ ചോദിച്ചു. "എനിക്കിനി പേടിയില്ല," അരുൺ പറഞ്ഞു. "ഇത് അവസാന ജന്മമാണ്." അടുത്ത ദിവസം രാവിലെ രഘു കാണാതായി. അവൻ്റെ വീട് തുറന്ന നിലയിൽ. അകത്തൊരു കത്തി, രക്തക്കറ. പോലീസ് കേസ് വീണ്ടും തുറന്നു. പക്ഷേ അരുൺ ശാന്തനായിരുന്നു.
അവൻ അമ്മയോട് പറഞ്ഞു, എനിക്കിപ്പോൾ കളിക്കണം. അമ്മ ചോദിച്ചു, നിനക്കെല്ലാം ഓർമ്മയുണ്ടോ? അരുൺ ചിരിച്ചു, ഇല്ല, പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം അരുൺ കാട്ടിലേക്ക് നോക്കി പറഞ്ഞു, ഇനി ആരും വരില്ല. അരുൺ ആ ദിവസം അസാധാരണമായി നിശബ്ദനായിരുന്നു. അവൻ ആരോടും സംസാരിച്ചില്ല, കളിച്ചില്ല, കാട്ടിലേക്ക് നോക്കി മാത്രം നിന്നു. അമ്മ ചോദിച്ചു, നിനക്ക് വേദനയുണ്ടോ? അരുൺ തലകുലുക്കി. ഓർമ്മകൾ മാറുന്നു. അച്ഛന് ഭയം തോന്നി. കാരണം അരുൺ പറഞ്ഞ ഓരോ വാക്കും ഇപ്പോൾ അർത്ഥമുള്ളതായിരുന്നു. അന്നേ ദിവസം പോലീസ് വിവരം കൊണ്ടുവന്നു. രഘുവിന്റെ ശരീരം കാടിനുള്ളിലെ കുഴിയിൽ നിന്നാണ് കണ്ടെത്തിയത്. പക്ഷേ അത് കൊലപാതകമല്ല. രഘു ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു. കത്തിയിൽ രഘുവിന്റെ വിരലടയാളം മാത്രം. കേസ് അടച്ചു. അച്ഛൻ സന്തോഷിച്ചില്ല. അവൻ അരുണിനെ നോക്കി ചോദിച്ചു, നീ പറഞ്ഞില്ലേ അവർ രണ്ടുപേർ ആയിരുന്നെന്ന്? അരുൺ പതുക്കെ പറഞ്ഞു, അതെ. പിന്നെ മറ്റവൻ? അരുൺ തലതാഴ്ത്തി, അവൻ ജീവനോടെ ഉണ്ടെന്ന്. അന്നേ രാത്രി അരുൺ ഉറക്കത്തിൽ വിളിച്ചു, അച്ഛാ, അവൻ വീട്ടിലുണ്ട്. അച്ഛൻ എഴുന്നേറ്റ് വീട്ടിൽ പരിശോധിച്ചു. എല്ലാം സാധാരണമായിരുന്നു. പക്ഷെ അരുൺ തുടർന്നു, അവനിപ്പോൾ ചിരിക്കുന്നു. അച്ഛന്റെ കണ്ണുകൾ അമ്മയിലേക്ക് തിരിഞ്ഞു. അവൾ വാതിലിനരികിൽ നിന്നിരുന്നു. അവളുടെ മുഖത്ത് വെറുതെയൊരു ചിരി. എന്താ? അച്ഛൻ ചോദിച്ചു. അമ്മ പറഞ്ഞു, എന്തെങ്കിലും ശബ്ദം കേട്ടോ? അച്ഛന്റെ ഉള്ളിലൊരു സംശയം പിറന്നു. അരുണന്ത് രാവിലെ പറഞ്ഞു, ഇന്ന് അവസാനമാണ്. ആരുടെ? അച്ഛൻ ചോദിച്ചു. എന്റെ. അച്ഛൻ പേടിച്ചു. എന്ത് സംസാരമാണത്? അരുൺ പറഞ്ഞു, ഞാനിവിടെ വന്നത് ജീവിക്കാൻ വേണ്ടിയല്ല. അമ്മ അകത്തു വന്നു, കയ്യിൽ ചായ. അരുൺ ചായയിലേക്ക് നോക്കി പറഞ്ഞു, ഇതന്നുപോലെ തന്നെ മണക്കുന്നു. അച്ഛൻ്റെ ഹൃദയം നിർത്തി. അന്ന്? അവൻ ചോദിച്ചു. അരുൺ അമ്മയെ നോക്കി പറഞ്ഞു, നീയും അവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ ശൂന്യത. അമ്മയുടെ കൈ വിറച്ചു. ചായ താഴെ വീണു. നിനക്ക് തെറ്റായി തോന്നുന്നു, അവൾ പറഞ്ഞു. അരുൺ തലകുലുക്കി. ഇല്ല, നീ രഘുവിൻ്റെ സഹോദരിയായിരുന്നു. പണം നിന്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. അച്ഛന് ശ്വാസം കിട്ടിയില്ല. 20 വർഷം മുമ്പ് രമേശനെ വീട് വിളിച്ചു വരുത്തിയത് ഒരു സ്ത്രീയായിരുന്നു. കേസ് ഫയലിൽ അവളുടെ പേര് ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല. അരുൺ പറഞ്ഞു, ഞാൻ തിരികെ വന്നത് രഘുവിനെയല്ല, നിന്നെ നേരിടാനാണ്. അമ്മ കരഞ്ഞു. എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു. അന്നേ നിമിഷം പോലീസ് വാതിൽ തട്ടി. അമ്മ കീഴടങ്ങി. അരുൺ അച്ഛൻ്റെ കൈ പിടിച്ചു. ഇനി ഞാൻ പോകാം. എവിടേക്ക്? അച്ഛൻ ചോദിച്ചു. അരുൺ ചിരിച്ചു. ഓർമ്മകൾ അവസാനിക്കുന്നിടത്തേക്ക്. അന്ന് തന്നെ അരുൺ കിടപ്പിലായി. രാവിലെ അവൻ ഉണർന്നില്ല. പക്ഷേ അവന്റെ മുഖത്ത് ഭയമില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അച്ഛനൊരു കുഞ്ഞിനെ കണ്ടു. അവൻ ചോദിച്ചു, നിന്റെ പേരെന്ത്? കുഞ്ഞു പറഞ്ഞു, രമേശ്. കഥ ഇവിടെ അവസാനിക്കുന്നു.